ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. എന്നാൽ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു പുളിൻ്റെ സീസണാണല്ലോ, ഒരുപാട് പുളി മല നിറയെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പുളി ഓർക്കാപ്പുളി പറയും, ചെറുങ്ങാപ്പുളി പറയും, അങ്ങനെയൊക്കെ പല പേരുകളാണ് കേട്ടോ പല നാട്ടിലേക്ക്. അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തന്നെ ഞാൻ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പുളിയെല്ലാം നമുക്കൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പുളി അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും അല്ലേ പല്ലിനൊക്കെ. അപ്പോൾ നമ്മൾ മുളകിടും, ശർക്കരയൊക്കെ ഇട്ടിട്ട് നമ്മൾ കടുമാങ്ങൊക്കെ വെക്കുന്ന പോലെ മുളകിട്ട് വെക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അച്ചാറിടും, അതേപോലെ ഉപ്പിലിടും, അങ്ങനെയൊക്കെ കഴിക്കും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു ടിപ്പായിട്ടൊന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുളിയെല്ലാം ഞാനിതാ മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു പുളിയിൽ നിന്നും തന്നെ ഒരുപാട് വെള്ളം വരും കേട്ടോ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഈ ഒരു ജാറ് നിറയെ പുളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ ഞാനിതാ നല്ല രീതിയിൽ തന്നെ പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു മാറ്റാം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ജാറും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. എന്തൊരു മുടിയും അഴുക്കും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ജാറിൻ്റെ ഉൾവശം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും ഈ ഒരു പുളി അടിച്ചെടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ജാറ് കഴുകിയിട്ട് കാണിച്ചു തരാം. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മിക്സ് ഒരു പാത്രത്തിലോട്ടേക്ക് ഞാൻ ഒഴിച്ചു മാറ്റുകയാണ്. അപ്പോൾ ഇപ്പോൾ പുളിൻ്റെ ഈ ഒരു സീസൺ ആയതുകൊണ്ടിട്ട് ആരും ഈ ഒരു പുളി ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല. നമുക്ക് പുളി കഴിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനത്തെ ഒരു ടിപ്പിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നല്ല ക്ലീനായി കിട്ടാൻ പറ്റും കേട്ടോ. ഈ ഒരു പുളി വെച്ചിട്ട് നമ്മൾ ബാത്റൂമും അതേപോലെ പാത്രമൊക്കെ തേച്ചൊരിച്ച് കൊടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിൽ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പുളി അടിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നല്ല, നമ്മുടെ കിച്ചണിലുള്ള വിനാഗിരിയും അതേപോലെ തന്നെ ഉപ്പുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് ഞാനിതിലോട്ടേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് പാത്രമാണ്, ഒരു കുക്കറാണ് കേട്ടോ. ഈ കുക്കറിൻ്റെ അടിവശത്തും അതേപോലെ ഉൾവശത്തൊക്കെ ഒരുപാട് കറയും അതേപോലെ നമ്മൾ കറിയൊക്കെ വെക്കാനും എടുക്കുന്നതാണല്ലോ, ഒരുപാട് കറയിൻ്റെ ആ ഒരു പാടുകളും എല്ലാം ഉണ്ട്. പഴയ ഒരു കുക്കറാട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അടിവശത്തൊക്കെ ഇതാ കണ്ടില്ലേ, നമ്മൾ ഗ്യാസിൽ വെക്കുന്നതായാലും കുറേ കഴിയുമ്പം അടിവശത്തൊക്കെ ഒരു കരിപ്പൊടിയും പുകേൻ്റെ ആ ഒരു ഇതൊക്കെ കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് ഞാൻ ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അടപ്പിൻ്റെ ഭാഗത്തും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഉരച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഒരു 3 മിനിറ്റെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കട്ടോ. അങ്ങനെ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരിക്കലും ഓവറായിട്ട് സ്ട്രെസ് ചെയ്ത് ഉരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മെല്ലെ ഒന്ന് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുമ്പോഴേക്കും ഈ ഒരു പുളീൻ്റെ ആ ഒരു അംശമൊക്കെ ഇതിലുള്ളത് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു സ്ക്രബ്ബർ വെച്ച് മെല്ലെ ഒന്ന് ഉരച്ചെടുത്തപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഈ ഒരു കുക്കർ മുഴുവനായിട്ടും എനിക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പഴയ കുക്കറായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതാ ഈ ഒരു കുക്കറിൻ്റെ ഉൾവശവും അതേപോലെ അടിവശമൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ചെയ്ത് കിട്ടാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. ഈ ഒരു പുളിയൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ ചീഞ്ഞ് അങ്ങനെ വലിച്ചെറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കേടായ പുളിയും ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നില്ലല്ലോ, ക്ലീനിങ് ടിപ്പിനൊക്കെ നമുക്ക് ഉപയോഗിക്കാമല്ലോ കേടായ പുളിയൊക്കെ. അപ്പോൾ നമുക്ക് ഒരുവിധം ചീഞ്ഞ പുളിയൊക്കെ ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ.
അതുപോലെ തന്നെ കുക്കർ മാത്രമല്ല, നമുക്ക് കറ പിടിച്ചിട്ടുള്ള എന്ത് പാത്രവും നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. തുരുമ്പ് കറ വരെ നമുക്ക് പോയി കിട്ടും കേട്ടോ. സ്റ്റീൽ പാത്രത്തിലൊക്കെ ചില സമയത്ത് നല്ലോണം തുരുമ്പ് കറയൊക്കെ ഉണ്ടാവുമല്ലോ, വെള്ളം ഇങ്ങനെ കെട്ടി നിന്നിട്ടുള്ള ഒരു വെള്ളക്കുത്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു വെള്ളക്കുത്തൊക്കെ പോയി കിട്ടാൻ വേണ്ടി പറ്റും. ഇനി ഞാൻ അടുത്തത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ കിച്ചൺ സിങ്ക് കേട്ടോ. കിച്ചൺ സിങ്കും അതുപോലെ തന്നെ ചില സമയത്ത് ഒരു ഭയങ്കരമായിട്ട് മങ്ങലുണ്ടാവും. നമ്മൾ എത്ര കഴുകിയാലും ആ ഒരു മങ്ങൽ പോയില്ല. അപ്പോൾ നമുക്ക് ഇത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് വെച്ചതിന് ശേഷം ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് മെല്ലെ ഒന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സിങ്കും നല്ല രീതിയിൽ നമുക്ക് വെട്ടിത്തിളങ്ങുന്ന സിങ്കാവാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ചില സിങ്കിലൊക്കെ ഭയങ്കരമായിട്ട് മങ്ങലുണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഒരു മഞ്ഞക്കറ, ഇരുമ്പ് കറൊക്കെ എന്തായാലും സിങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. സിങ്ക് ഭയങ്കരമായിട്ടും മങ്ങിയതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മഞ്ഞക്കറയും അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ആ ഒരു ഇരുമ്പ് കറയൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പൊന്ന് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ നമ്മൾ ചായയൊക്കെ കാച്ചുന്ന പാത്രം ഡെയിലി നമ്മൾ എടുക്കുന്നതാണല്ലോ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പാത്രത്തിൽ നമ്മൾ ഡെയിലി ചായ കാച്ചുന്നത് കൊണ്ടിട്ട് എന്തായാലും അതിൽ ചായൻ്റെ കറ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആ ഒരു ചായക്കറയും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി ഞാൻ അടുത്തത് ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ബാത്റൂമാണ് കേട്ടോ. ബാത്റൂമിൽ നമുക്ക് ലിക്വിഡോ സോപ്പും പൊടിയോ ഒന്നും വേണ്ട കേട്ടോ. ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ലിക്വിഡ് മാത്രം മതി നമുക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. ബാത്റൂമിൻ്റെ നല്ല രീതിയിൽ തന്നെ ഫ്ലോറും വോൾട്ടയിലൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ലിക്വിഡ് ഇതാ കുറച്ച് ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഒന്ന് ഉരച്ചു കൊടുക്കാം കേട്ടോ ബ്രഷ് വെച്ചിട്ട്. ഇനി നിങ്ങൾക്ക് പത വേണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് സോപ്പും പൊടിയോ അല്ലെങ്കിൽ ഡിഷ് വാഷോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒരു പത വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിർബന്ധമുള്ളവർക്ക് കുറച്ച് സോപ്പും പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഉരച്ചു കൊടുക്കുക. സോപ്പും പൊടി നിർബന്ധമൊന്നുമില്ല. ഈ ഒരു എന്താ പറയുക, ബേക്കിംഗ് സോഡയും അതേപോലെ ഈ ഒരു പുളിൻ്റെ ലിക്വിഡും തന്നെ ധാരാളം ഒരുപാട് കറയും അതേപോലെ അഴുക്കൊക്കെ പോയി കിട്ടും. ഇനി നിങ്ങൾക്കൊരു മനസ്സമാധാനത്തിനൊരു പത വേണം എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് സോപ്പും പൊടി ഇട്ടിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മെല്ലെ ഉരച്ചു കൊടുത്താൽ മതി. നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാത്റൂമും വോൾട്ടയിലും എല്ലാം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനിതാ ഒരു മാസ്കിൻ ടേപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാസ്കിൻ ടേപ്പും സെല്ലോ ടേപ്പും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതെടുക്കുന്ന സമയത്ത് ഈ ഒരു അറ്റഭാഗം കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസമായിരിക്കും അല്ലേ. ഞാൻ എൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇത് ഞാൻ ഉപയോഗത്തിന് എടുക്കുന്ന സമയത്ത് ഈ ഒരു അറ്റഭാഗം കണ്ടുപിടിക്കാൻ ഒരുപാട് പ്രയാസമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ കോറി നോക്കൂ എവിടെയാണ് ഈ അറ്റഭാഗം ഉള്ളതെന്ന്. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഈ ഒരു അറ്റഭാഗത്ത് ഇതേപോലെ ഒരു സേഫ്റ്റി പിൻ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേഗത്തിൽ തന്നെ ഈ ഒരു പിന്നിതാ കണ്ടില്ലേ, ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് വേഗത്തിൽ ഈ ഒരു അറ്റഭാഗം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ സേഫ്റ്റി പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തീപ്പെട്ടിൻ്റെ കമ്പോ അതല്ല എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ പീസ് ചുരുട്ടിയിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താലും മതി. ആ ഒരു പശ ഉള്ളത് കൊണ്ടിട്ട് ഇങ്ങോട്ട് ഒട്ടി നിന്നോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നില്ലെങ്കിൽ ഒരു പേപ്പറിൻ്റെ പീസാണെങ്കിലും ഇതേ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വേഗത്തിൽ നമുക്ക് ഇതിൻ്റെ ഈ ഒരു തലഭാഗം കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ടാപ്പ് ഇങ്ങനെ ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് നമ്മൾ കത്രിക വെച്ചാണല്ലോ കട്ട് ചെയ്യുക. നമ്മളിങ്ങനെ വലിച്ചു പിടിക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും, കട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ അങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇനിയിപ്പോൾ നമുക്ക് കത്തിയോ കത്രികേൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സേഫ്റ്റി പിന്ന് മാത്രം മതി. ഈ ഒരു പിന്നിതാ ഇങ്ങനെ പിടിച്ചിട്ട് ഒന്നും ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. വേഗത്തിൽ തന്നെ നമുക്കിത് കീറി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു ടാപ്പിൻ്റെ അറ്റഭാഗം, ഈ ഒരു ടാപ്പ് നമുക്ക് വേഗത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ എടുത്തിട്ട് ഈ ഒരു പീസ് നമുക്ക് മുറിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കത്രിയൊക്കെ തിരഞ്ഞ് നടക്കണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സേഫ്റ്റി പിൻ ഉണ്ടെങ്കിൽ അതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ വലിക്കുന്ന സമയത്ത് വേഗത്തിൽ അത് നടു കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു വെള്ളത്തിൻ്റെ ചെറിയ കുഞ്ഞു ബോട്ടിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബോട്ടിലോട്ടേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്.
അപ്പോൾ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം, ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ, ചെറിയ ബോട്ടിലായതുകൊണ്ടിട്ട്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ഈ ഒരു ബോട്ടിലോട്ടേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ പാത്രത്തിലോട്ടൊന്നല്ല, ഈ ഒരു ബോട്ടിലോട്ടേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനാഗിരി ഒഴിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, കൂടി പോകാൻ പാടില്ല കേട്ടോ. ഒറ്റ സ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ ബേക്കിംഗ് സോഡയും വിനാഗിരി മിക്സ് ചെയ്യുക കേട്ടോ. അങ്ങനെ കുപ്പി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ മതി നമുക്ക് നമ്മുടെ ചെടികളിൽ കാണുന്ന പ്രാണികളെയും അതേപോലെ പുഴുക്കടൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പോൾ ചെടികളിൽ കാണുന്ന ചെറിയ തരം പ്രാണികളെയും വണ്ടിനെയും ഉറുമ്പിനെയും എല്ലാം നമുക്ക് തുരത്തി ഓടിക്കാനുള്ള നല്ലൊരു സൊല്യൂഷൻ തന്നെയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കുക. ഈ ഒരു അടപ്പിന് ചെറിയൊരു ഹോളും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ പുഴു ഉള്ളത്, അതേപോലെ റോസാ ചെടീൻ്റെ ഇടയിലൊക്കെ എന്തായാലും ഇലക്കെ ഇങ്ങനെ നശിപ്പിച്ച് തുടങ്ങും. അപ്പോൾ അവിടെയൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്തായാലും ആ ഒരു ചെടിയിലുള്ള എല്ലാ പ്രാണികളെയും നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി. അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു ടിപ്സുകൾ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതിൽ ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കരുത്. അപ്പം ഇനി പുതിയ നല്ല പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.